ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 2 ഫാദേഴ്സ് ഡേ കാർഡ് ഉണ്ടാക്കിയാൽ. ഫാദേഴ്സ് ഡേ കഴിഞ്ഞുപോയി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഫാദേഴ്സ് ഡേക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമുക്കിത് ഫാദേഴ്സ് ഡേന് വരെ നമുക്ക് ബർത്ത്ഡേ ആക്കി കൊടുക്കാം കേട്ടോ. ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു കാർഡ് ഉണ്ടാക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു A4 എടുക്കുക, എന്നിട്ടൊന്ന് മടക്കുക. അതിന് ശേഷം നമുക്ക് ആ A4 മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുക്കുക. 2 സെൻറ്റിമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും 2.1 മേളിലും താഴെ 2 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഓക്കെ, അതിന് ശേഷം നമുക്കിതുപോലെ കുട്ടി കുട്ടി ഹാർട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഞാൻ ഹാർട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് വരയ്ക്കാനായിട്ട് കുറച്ച് പാടാണ്, അതിനെല്ലാം ചേർത്ത് വേണം കേട്ടോ ഹാർട്ട് വരയ്ക്കാനായിട്ട്. അങ്ങനെ ഹാർട്ട് ഫുള്ളും വരച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെയാണ് വന്നേക്കണത്. നമുക്കിനി കളർ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആദ്യം നമ്മളിത് സ്കെച്ച് ഹാർട്ട് പെൻസിൽ കൊണ്ട് വരച്ചേക്കുന്നതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അത് എളുപ്പമായിരിക്കും കളർ ചെയ്യുന്നതിന് മുന്നേ, പുറത്തൊന്നും പോവില്ലായിരിക്കും കളർ ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഞാൻ ബ്രഷ് പെൻ വെച്ചാട്ടോ കളർ ചെയ്യണത്. ഇത്രയും ബ്രഷുണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, അങ്ങനെ പിങ്ക് ആണ് ആദ്യം കൊടുക്കുന്നത് ഹാർട്ടിൽ. ഇതുപോലെ നല്ല വൃത്തിക്ക് വേണം, നീറ്റായിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഫുള്ളും കുളമായിപ്പോവും. അങ്ങനെ നെക്സ്റ്റ് കളർ റെഡിൽ ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബ്ലാക്ക് രീതിക്ക് നമ്മൾ ബോർഡർ കൊടുത്തു. ഇനി നമുക്കൊരു ബട്ടർഫ്ലൈ സ്റ്റെൻസിൽ വെച്ചിട്ട് വരയ്ക്കാം. അങ്ങനെ ഇതാണ് ഞാൻ വരച്ച ബട്ടർഫ്ലൈയുടെ പടം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വിഷസ് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം വിഷസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫാദേഴ്സ് ഡേ ആണല്ലോ എഴുതിയത്, അപ്പം നിങ്ങൾക്കിത് ഹാപ്പി ബർത്ത്ഡേ ആയിട്ടും എഴുതാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം വിഷസ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞൊരു മെമ്മോ പാഡ് കീറിയിട്ട് ബെസ്റ്റ് സ്റ്റാർട്ട് ഫോർ എവർ എന്ന് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ വേറൊരു A4 എടുത്തിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കൊരു പടം വരച്ച് കൊടുക്കുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പടം തന്നെ സെയിമായിട്ട് നമുക്ക് വരയ്ക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, പെർഫെക്ഷനൊന്നും അധികം കാണില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. പെർഫെക്ഷനും അതുപോലെ കാണില്ല, കാരണം ഒരു കയ്യിൽ ഞാൻ ഫോണും പിന്നെ വേറൊരു കയ്യിൽ ഇതുപോലെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടേ എനിക്കറിയില്ല. അതിന് ശേഷം ഞാൻ ഇതുപോലെയും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കളർ അടിച്ചെടുക്കാം. ഞാൻ ബ്രഷ് പെൻ കൊണ്ടാണ് കളർ അടിക്കുന്നത്. ഓക്കെ, ഇനി കളർ അടിച്ച് നമുക്കിനി നമ്മുടെ ഏതെങ്കിലും ഒരു സ്കിൻ കളർ എടുക്കുക. ക്രയോണിൽ 28 ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്ന ക്രയോൺസിൽ കാണും ഇതുപോലത്തെ കളറ്, അതടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഒരു സെല്ലോ ടേപ്പ് എടുക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യുകയാണ്, ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാത്തവർ. ഓക്കെ, എന്നിട്ടിനി നമുക്കൊരു A4 ഷീറ്റ് എടുത്തിട്ട് സിക്സാക്ക് മാതിരി മടക്കുക. എന്നിട്ട് അതൊരു ഏതെങ്കിലും സൈസിന് 3 പീസാക്കി അതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പ്രോസസ്സ് ചെയ്യണം. എന്നിട്ട് ഇതിപ്പോൾ 2ാമത്തെ കാർഡാണിത്. നമ്മൾ 1ാമത്തെ കാർഡ് നമ്മൾ ഹാർട്ട് വരച്ചത്. ഇതിപ്പോൾ 2ാമത്തെ കാർഡാണ്. ഈ 2ാമത്തെ കാർഡിൻ്റെ ഫ്രണ്ട് പേജാണ് ഈ ഗിഫ്റ്റിൻ്റെയൊക്കെ. പിന്നെ ഞാൻ ഈ സിക്സാക്ക് പേപ്പറിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെല്ലോ ടേപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഡബിൾ സൈഡ് ടേപ്പില്ലേ, ഡബിൾ സൈഡ് ടേപ്പ് ആട്ടോ അത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്ലക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാർഡിലോട്ട് ഇതുപോലെ ഒന്ന് പ്ലക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്കിത് തുറക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ സെയിം രീതിക്ക് തന്നെ ഈ 3 ചെയ്ത് കൊടുക്കുക. ഈ പാറ്റേൺ നിങ്ങൾ സൂക്ഷിച്ച് ഫോളോ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടോ, ഇതുപോലെ നമുക്ക് പൊക്കുമ്പോൾ നമ്മുടെ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഇത് പൊതിയാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള സൈസിൽ വേണം കട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സിക്സാക്ക് രീതിക്ക് ഉണ്ടാക്കിയില്ലേ, ആ കാർഡിൽ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത കാർഡിലെ ഒരു ഹാർട്ടൊക്കെ വരച്ച് ആ കാർഡിലേക്ക്
ഇതുപോലെ ആ കാർഡിൻ്റെ ലാസ്റ്റ് പേജിൽ ഹാവ് എ ഗ്രേറ്റ് ഫാദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ട് ഫാദേഴ്സ് ഡേയുടെ ഡേറ്റ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ബർത്ത്ഡേ ഡേറ്റ് എഴുതി കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഫ്രമ്മും ബൈയും എഴുതി കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ ഫാദേഴ്സ് ഡേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കാർഡ്. തെറ്റിപ്പോവല്ലോ കേട്ടോ, ആദ്യത്തെ രണ്ടാമത്തെയും കാർഡ്. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കാർഡ്. പിന്നെ ഞാൻ എല്ലാം സ്റ്റേപ്ലറൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി. അങ്ങനെ പിന്നെ ഞാൻ ഇതുപോലൊക്കെ എഴുതിയത്. ഇതാണ് നമ്മുടെ ആ കാർഡ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാർഡ്. ഞാൻ പുള്ളസ്നൂടെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് തുറക്കുമ്പോൾ കണ്ടത് ഇതുപോലെയാട്ടോ വരുന്നത്. കണ്ടോ, യു ആർ എ ഗുഡ് നൈസ് ഫാദർ. അതുപോലെ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിഷസ് എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊന്നത്തെ വീഡിയോ ബൈ. അപ്പോൾ ഈ കാർഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.